സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെക്കുറിച്ച് ധാരാളം രസകരമായ കാര്യങ്ങളുണ്ട്. വ്യാഴത്തിന്റെ വലിപ്പം അനുസരിച്ചുള്ള മാസ് അതിനുണ്ടായിരുന്നുവെങ്കിൽ അത് സൂര്യനെ പോലെ ഒരു നക്ഷത്രമായി മാറിയേനെ. അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ സൗരയൂഥം നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലാകുമായിരുന്നില്ല. വ്യാഴത്തിന് അതിന്റെ വലുപ്പത്തിനനുസരിച്ച് മാസ് ഇല്ല എന്ന് പറയുമ്പോഴും ഒരു കാര്യം ഓർക്കുക, സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളുടെയും മാസ് ഒരുമിച്ച് കൂട്ടുന്നതിന്റെ ഇരട്ടിയിലുമധികം മാസ് വ്യാഴത്തിനുണ്ട്. ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്ന ഉൽക്കകളിൽ നിന്നും മറ്റ് ബഹിരാകാശ വസ്തുക്കളിൽ നിന്നുമൊക്കെ ഭൂമിയെ സംരക്ഷിക്കുന്നത് വ്യാഴമാണ് എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയെന്നാൽ സൗരയൂഥത്തിലേക്ക് കടക്കുന്ന ഇത്തരം വസ്തുക്കൾ വ്യാഴത്തിന്റെ ഗുരുത്വാകർഷണ ബലത്തിൽ പെടുകയും വ്യാഴത്തിലേക്ക് ചെന്ന് ചേരുകയും ചെയ്യാറുണ്ട്. ചുവന്ന കണ്ണ് എന്ന് അറിയപ്പെടുന്ന വ്യാഴത്തിലെ ഗ്രേറ്റ് റെഡ് സ്പോട്ടിന് നമ്മുടെ ഭൂമിയേക്കാൾ ഇരട്ടി വലിപ്പമുണ്ട്. പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയല്ല എന്ന് പറഞ്ഞത് ഗലീലിയോ ആണ്. അതിന് അദ്ദേഹത്തെ സഹായിച്ചത് വ്യാഴമാണ്. 1610 ഗലീലിയോ വ്യാഴത്തെയും അതിനെ ചുറ്റുന്ന 4 വലിയ ഉപഗ്രഹങ്ങളെയും കണ്ടെത്തി. JWST എടുത്ത വ്യാഴത്തിന്റെ ചിത്രത്തിൽ വളയങ്ങൾ ഉള്ളതായി കാണാം. എന്നാൽ ഈ വളയം വളരെ നേർത്തതാണ്.